ഇന്ന് നമ്മുടെ നാട് മൈഗ്രേഷൻ എന്ന വാക്ക് ഒരുപാട് കേട്ടിരിക്കും. നമ്മുടെ നാടിൻ്റെ ഈ പോക്ക് വളരെ മോശം അവസ്ഥയിലേക്കാണ്. നമ്മുടെ നാട്ടിലെ നല്ല വിദ്യാഭ്യാസവും നല്ല കഴിവും ഒക്കെയുള്ള ആളുകൾ യൂറോപ്യൻ കൺട്രികളിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോവുകയാണ്. നിങ്ങൾ അറിയുന്നുണ്ടോ ഇതൊക്കെ? നിങ്ങളുടെ വീടിൻ്റെ 4 ഭാഗത്തുള്ള വീടുകളിൽ നോക്കൂ. പഠിച്ച് വിദ്യാഭ്യാസം കഴിഞ്ഞ ആളുകളിൽ ഒരു 99% ആളുകളും യൂറോപ്പിലേക്ക്, പെൺകുട്ടികളടക്കം യൂറോപ്പിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോവുകയാണ്. അവരാരും ഇനി തിരിച്ചു വരില്ല. നമ്മൾ ഗൾഫിലേക്ക് പോകുന്ന പോലെയല്ല. ഇതിന് വലിയൊരു പ്രശ്നം ഒളിഞ്ഞു കിടപ്പുണ്ട്. നമ്മുടെ നാട്ടിൽ അവസരങ്ങളില്ലാതെയല്ല, വേണ്ട പരിഗണന കിട്ടാതെയും പുതുതായിട്ടുള്ള സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ അതിന് നിയമത്തിൻ്റെ ഒരുപാട് കുരുക്കുകളിട്ട് അവരുടെ പരമാവധി സമയം കളഞ്ഞും അവരെ ദ്രോഹിച്ചും അവരെ ഇവിടെ നിന്ന് കടൽ കടത്തുകയാണ് നമ്മുടെ ഗവൺമെൻറ്റും ഉദ്യോഗസ്ഥരും എല്ലാവരും ചേർന്ന്. മുട്ടാപ്പോക്ക് നിയമങ്ങളും പറഞ്ഞ് എത്രയും പെട്ടെന്ന് പുതു സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള നിയമ നടപടികൾ ഒരു ക്ലിക്കിൽ ഇന്ന് ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാലഘട്ടമായി മാറി. അതിനനുസരിച്ച് നമ്മുടെ ഗവൺമെൻറ് ഓഫീസുകളും മറ്റും മാറേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നും എല്ലാവരും മൈഗ്രേറ്റ് ചെയ്ത് പോവുകയാണ്. അവരാരും തിരിച്ചു വരുന്ന ഒരു അവസ്ഥ ഈ അടുത്ത കാലത്തൊന്നും ഒരിക്കലും ഉണ്ടാവാനുള്ള സാധ്യതയില്ല. അതിനുള്ള സൗകര്യങ്ങൾ നമ്മുടെ നാട്ടിലില്ല. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ശമ്പളത്തിൻ്റെ 10-15 ഇരട്ടിയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത്. ഫേസ്ബുക്കിൽ കൂടിയും മറ്റും യൂറോപ്പ്, ജർമ്മനി, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള ഓഫറുകളുടെ വൻ മഴയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഭരണാധികാരികൾ നമ്മുടെ നാട്ടിലെ പഠിച്ച് വിദ്യാഭ്യാസമുള്ള നല്ല ആളുകൾക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനും ഇവിടെയുള്ള ചെറിയ സംരംഭങ്ങൾ നന്നായി നടത്തിക്കൊണ്ടുപോകാനും നിയമപരമായും മറ്റും എല്ലാവിധ പിന്തുണയും കൊടുത്ത് അവരെ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനും പോയ ആളുകളെ തിരിച്ചു കൊണ്ടുവരുവാനുമായിട്ടുള്ള ഒരു നിയമ നടപടികൾ എളുപ്പമാക്കി അവരെ വ്യവസായികൾക്ക് വ്യവസായ സൗഹൃദവും എല്ലാം ആക്കി മാറ്റണം. അല്ലെങ്കിൽ നമ്മുടെ നാട്, പ്രത്യേകിച്ച് കേരളം പോലെയുള്ള ഈ കൊച്ചു നാട് വരെ വൃദ്ധസദനങ്ങൾ പോലെയാവും. ഇപ്പോൾ ഒരുവിധം വീടുകളൊക്കെ അങ്ങനെ ആയിക്കഴിഞ്ഞു. ഇനി ഇതിൽ മേലത്തെ ആവാനില്ല. ഇപ്പോഴും ആളുകളുടെ ഒഴുക്കാണ് യൂറോപ്പിലേക്ക്. ഇത് ഗവൺമെൻറ് കാണാതിരുന്നതാണോ അതോ നമ്മൾ പറഞ്ഞവരെ അറിയിപ്പിക്കണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇത് അവസ്ഥ വളരെ മോശമാണ്. നമ്മുടെ നാട് കുറച്ച് കാലം കൂടി കഴിയുമ്പോൾ ഒരു വൃദ്ധസദനത്തിന് തുല്യമാകും. പഠിപ്പും അറിവുമുള്ള ഒരാളും നമ്മുടെ നാട്ടിൽ കാണില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ നാട്ടിൽ പുതു സംരംഭങ്ങളും മറ്റ് കാര്യങ്ങളും വ്യവസായ സൗഹൃദവും ഒക്കെ ആയി മാറുന്ന വിധത്തിലുള്ള ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ വന്നാൽ നമ്മുടെ നാട്ടിൽ നിന്ന് പോയ വിദ്യാഭ്യാസമുള്ള കുട്ടികളെല്ലാവരും നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവണം. അപ്പോഴേ നമ്മുടെ നാട് രക്ഷപ്പെടുകയുള്ളൂ. അല്ലാതെ ഭരണാധികാരികൾ മാറി വന്നതുകൊണ്ടൊന്നും കാര്യമില്ല. നമ്മുടെ നാട്ടിൽ പുതിയ സംരംഭങ്ങൾ വരണം. അതിന് വേണ്ട നിയമ നടപടികൾ സിമ്പിളായിട്ട് നടത്താനുള്ള ആർജവമുള്ള നേതാക്കൾ വരണം. ഇതൊക്കെയാണ് മാറ്റങ്ങൾ. അല്ലാണ്ട് കുറേ പാലങ്ങളും റോഡുകളും മാത്രം വന്നതുകൊണ്ട് നമ്മുടെ നാട് നന്നാവില്ല. ഒരു നാട് നശിക്കുന്നത് എപ്പോഴാണെന്നറിയുമോ? ആ നാട്ടിലെ വിദ്യാഭ്യാസം നശിപ്പിക്കുമ്പോഴാണ് നമ്മുടെ നാട് നശിക്കുന്നത്. അതേ തുടർന്ന് എല്ലാം നശിക്കും എന്നാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ചൊല്ല് തന്നെയുള്ളത്. അപ്പോൾ വിദ്യാഭ്യാസം നശിച്ചു കഴിഞ്ഞാൽ അതേ തുടർന്നാണ് എല്ലാതും നിലനിൽക്കുന്നത്. അപ്പോൾ വിദ്യാഭ്യാസമാണ് ഈ സമൂഹത്തിൻ്റെ പില്ലർ. ആ പില്ലർ, മെയിനായിട്ടുള്ള പില്ലർ നശിച്ചു കഴിഞ്ഞാൽ എല്ലാം നശിക്കും. അതാണ് അതിൻ്റെ സയൻസ്.